ഗൈസ് അങ്ങനെ പറഞ്ഞ പോലെ ഇന്നിപ്പോൾ ജാനുവരി 5 നമ്മുടെ ഷാനൻ്റെ കല്യാണമാണ്. അപ്പോൾ നമ്മളിതാ കല്യാണത്തിന് ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ കോസ്റ്റ്യൂമൊക്കെ ഗൈസ് നോക്കൂ, നന്നായിട്ടില്ലേ? എല്ലാവരും റെഡി നേരത്തെ വിളിച്ചു, ഞാനാണ് വൈകിച്ച്. അപ്പോൾ നമ്മളിതാ അവരെ കൂട്ടാൻ പോവുകയാണ്. ആദ്യം അഞ്ചുപ്പനെ കയറ്റും, അതായത് നമ്മൾ സാവാൻ്റെ അടുത്തേക്ക് പോകും. അങ്ങനെ ഇനി അവരെ കൂട്ടിയിട്ട് കാണും. അങ്ങനെ നമ്മൾ 5 പേരെ കൂട്ടിയിട്ടുണ്ട് ഗൈസ്. കുട്ടിക്ക് അത് മാത്രമേ പറയുള്ളൂ. അപ്പോൾ നമ്മളിനി അടുത്തത് സാവാനെ പൊക്കണം. ഇനി സാവ എങ്ങനെയാണോന്ന് അറിയില്ല. 5 പദം നല്ല കൂട്ടേ ഒരുങ്ങിയിട്ടുണ്ട്. അവിടുന്ന് അങ്ങനെ ജലദോഷം പിടിച്ചടി ഗൈസ്. അങ്ങനെ സാവ കയറി ഗൈസ്. നീ കയറിക്കും പിള്ളേർ കാണട്ടെ. ഇങ്ങനെ നമ്മളെ സാവനെയും കയറ്റി. വഴി അറിയില്ല കേട്ടോ, നീ വേണം പറയാ സാവ. അങ്ങനെ നമ്മളെ എല്ലാവരും അങ്ങനെ കയറിയിട്ടുണ്ട്. ഇനി നമ്മള് ഷാനന്റെ കല്യാണത്തിന് പോവാണ് ഗൈസ്. ഗിഫ്റ്റ് സെറ്റ് ആക്കിയിട്ടുണ്ട്. എനിക്ക് അന്നത്തെ ഗിഫ്റ്റാണ് ഗൈസ്. ഞങ്ങളുടെ 4 പേരുടെയും പിക്ക്. അവരുടെ പിക്ക് വെച്ചിട്ടില്ല അല്ലേ? ഞങ്ങളെ 4 പേരുടെ പിക്ക്. പിന്നെ എനിക്കപ്പോൾ കോളായിരുന്നു. എനിക്ക് ഞങ്ങളുടെ 2 പേരുടെയും ഫ്രെയിം ഉണ്ടായിരുന്നു, എൻ്റെ തോപ്പിക്കാൻ്റെയും ഗൈസ്. അങ്ങനെ നമ്മള് മാപ്പ് നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇല്ല സാവ ബിസിയാണ് ഫോണില്. പിള്ളേരുടെ മുമ്പിൽ ഷൈൻ ചെയ്യാണ് ഗൈസ്. ഓളച്ചളികൾ അടിച്ചിട്ട് ഗൈസ്. അങ്ങനെ നമ്മള് മണ്ഡപത്തെത്തി ഗൈസ്. അതെ ഗൈസ്, സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ആണ് ഗൈസ്. ഗൈസ് ഞങ്ങളങ്ങനെ കല്യാണത്തിന് വന്നിരിക്കുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. അങ്ങനെ നമ്മളതാ ഷാനയുടെ കല്യാണത്തിനെത്തി. അവളെ കണ്ടു. ഡ്രസ്സൊക്കെ കൊള്ളാം, അടിപൊളിയുണ്ട്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അവള് ചെക്കൻ വന്നിട്ടില്ല, ചെക്കൻ്റെ വീട്ടുകാർ. അപ്പോൾ ഞങ്ങൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വന്നാണ് ഗൈസ്. ഹലോ പറയും കുട്ടിക്ക് ഒന്നല്ല, അടിപൊളിയാണ്. റിസപ്ഷൻ തന്നെ കാണാൻ അടിപൊളിയായിട്ട് നമ്മൾ തന്നെയില്ലല്ലോ.
സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്, ലൈക്ക് ചെയ്യുക. ഞാൻ പറയുന്നു ഇത് കറക്റ്റ് ലൈവ് വരണം കേട്ടോ. അപ്പോഴേ ചോറിനപ്പോ അതും എടുത്തു പറയുമ്പോ തന്നെ ആനാസിനെ പറ്റി ഞാനൊരു വീഡിയോ ഇടുന്നതായിരിക്കും ഗൈസ്. അവളെ പറ്റിയുള്ള എല്ലാം ഞാനൊരു വീഡിയോ വെച്ചിടും. ഞാനും അവളും കൂടി ഇടണം ഗൈസ്. എന്റെ ഹിസ്റ്ററി ഇടണം. എനിക്കറിയാലോ എന്റെ ഹിസ്റ്ററി, അതുകൊണ്ട് ഞങ്ങൾ ഇടാം. അല്ല മൈലാൻഡ് നമ്മളെ ഓണത്തിന് ഒരു ഡാൻസ് പറഞ്ഞിട്ട് ഹലോ ഗൈസ്, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. നമ്മളങ്ങനെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്ത് വൈറലാക്കുക. വൈറലല്ല ഇതൊക്കെ എനിക്ക് അയച്ചു തരണം. കുടുംബശ്രീയിലുണ്ടാവും വീഡിയോ ആണോ? ഫോട്ടോ ഒന്നും കിട്ടിയില്ല കേട്ടോ തോപ്പിക്കോടെ. എന്തെങ്കിലും പറഞ്ഞെന്താണ്? സബ്സ്ക്രൈബ് ചെയ്യും. ആകെ പറയാനുള്ളത് ഞങ്ങൾ അങ്ങനെ കല്യാണത്തിന് വന്ന ഫുഡ് കഴിച്ചു. അവസാനമായിട്ട് എനിക്ക് ഒന്നും കൂടി പറയാൻ, സബ്സ്ക്രൈബ് ചെയ്യുക. കല്യാണത്തിന് വന്ന നമ്മള് ഫുഡ് കഴിച്ചു, ലിപ്സ്റ്റിക് ഇട്ടു, മണവാട്ടി ഫുഡ് കഴിച്ചോണ്ടിരിക്കുകയാണ്. നമ്മളെ ഗിഫ്റ്റ് കൊടുത്തു ഗൈസ്. ഗിഫ്റ്റ് കൊടുത്തൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം നമ്മളെ ഗിഫ്റ്റ് കൊടുക്കായിരുന്നല്ലോ. ഗിഫ്റ്റ് കൊടുത്തു, നമ്മളെ ഫോട്ടോ എടുത്തു. ഇനിയിപ്പോൾ അവള് കരയണ കാണാൻ പോകണം, അല്ലെങ്കിൽ കല്യാണം അഞ്ചിപ്പോ കരഞ്ഞ കേസ്. എന്തിനാ കരഞ്ഞ ചോദിച്ചാൽ ഞാൻ കരഞ്ഞില്ല കേസ്. എന്റെ കണ്ടു പറഞ്ഞു. ആ പിന്നെ വേറെ പണിയില്ല. എന്റെ എല്ലാവരും തന്നെ നേരെ കരഞ്ഞില്ല കേസ്. പിന്നെ എന്തിനാ ഞാൻ കരയില്ല. അഞ്ചിപ്പോ കരയാണ് ഗൈസ്. ഇല്ല ഗൈസ്, ഞാൻ കരയില്ല. കരയില്ല. അവള് നോക്കിയില്ല. അപ്പുറത്ത് പോയി സാവറിന്റെ അടുത്ത് ഒരാള് കുട്ടിന്റെ വീട് എവിടെ ചോദിച്ചു. അപ്പൊ അവള് പറഞ്ഞു വീട് അറിയേണ്ട ആവശ്യമില്ല പറഞ്ഞു. പിന്നെ അല്ല നമ്മളവിടെ കളിക്കുന്നത്. നമ്മളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്, ലൈക്ക് നമ്മളെ വീട്ടിൽ പോയണം. ഗൈസ് അങ്ങനെ നമ്മൾ പോവാണ് ഗൈസ്. ഗൈസ് അങ്ങനെ നമ്മളെ പോവാണ് ഗൈസ്. നല്ല ഫോട്ടോ ഒന്നും കിട്ടിയില്ല ഗൈസ്. ഈ പിള്ളേരൊന്നും എടുക്കാൻ കല്യാണം സബ്സ്ക്രൈബ് ഫുഡൊക്കെ അടിച്ചു ഗൈസ്. അവള് കുറച്ച് തരണ ഗൈസ്. അവൾ പിന്നെ ഉണ്ടാവുമല്ലോ. നമ്മളെ ഐശ്വര്യ ഇറക്കി വിട്ടിരിക്കുകയാണ് ഗൈസ്. അഞ്ചിപ്പോ കരയാണ് ഗൈസ്. ശരി. സ്കൂളെ ചളി അടിക്കുന്നതന്നെ. ആർക്കൊക്കെ പരാതി ഇടി എന്നെ കമന്റ് ബോക്സിൽ. എന്നെ അറിയുന്ന എന്താ ഹസ്ബൻഡിന്റെ കൂടെ ഫോട്ടോ വീഡിയോ എടുക്കാത്തത്? എന്താ ഇമെയിൽ ഐ ഡി എടുത്ത് നമ്മളെ ഞങ്ങള് പൈസ അങ്ങനെ ഞങ്ങളെ ഒരു ചെറിയൊരു ജ്യൂസ് കുടിക്കാനും പ്ലാൻ ചെയ്ത്. അപ്പൊ നമ്മളെ ജ്യൂസ് കുടിക്കാൻ പോകണം ഗൈസ്. അങ്ങനെ ഞങ്ങളെ ജ്യൂസ് കുടിക്കാൻ പോകണം ഗൈസ്. ഞങ്ങളെ 100 ബീച്ചിൽ വന്നിട്ടുണ്ട്. കെട്ടിയവനധികം ചെയ്യും. ഷൂ എന്നുണ്ട ക്രോക്സ് ഇട്ട് പറയാം. അപ്പോൾ ഗൈസ് ഞങ്ങൾ ജ്യൂസ് കുടിക്കാൻ. അപ്പോൾ നീ എന്താ വാങ്ങുന്നത്? ഞാൻ ഫ്രഷ് ജ്യൂസ് ഗൈസ്. എന്തെങ്കിലുമൊക്കെ വാങ്ങണം, കുടിക്കണം, വീട്ടിൽ പോകണം, ഉറങ്ങണം, സാരി ഊരണം. അതാണ് വലിയ പണി. എന്താ ഡീസൻ്റ് ആയിരിക്കണം അഞ്ചുക വീട് നിർത്ത് എന്നിട്ട് ഗൈസ്. അങ്ങനെ നമ്മളെ ജ്യൂസൊക്കെ കുടിച്ച് ഞങ്ങളങ്ങനെ പോവാണ്. അൻഷിഫാനെ കൊണ്ടാക്കാൻ പോവാണ്. അത് കഴിഞ്ഞ് നമ്മളങ്ങനെ അമ്മാണിൻ്റെ വീട്ടിൽ പോകണം. അമ്മാണി പറയുമ്പോൾ
അങ്ങനെ പറയാ മാമൻ അമ്മായിൻ്റെ വീട്ടിൽ പോകണം ഞങ്ങള്. കസിൻ്റെ വീട്ടിൽ പോകണം. തോഫിക്കാനെ കസിൻ്റെ വീട്ടിൽ പോകണം. അഞ്ചിപ്പാന്റെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് പോണ വഴിയാണ്. തിരിക്കാൻ പറ്റുമോന്ന് അറിയില്ല. അഞ്ചിപ്പ പറയണത് തിരിക്കാൻ പറ്റും, അവൾക്ക് നടക്കാനുള്ള മൂഡ് പോയി എന്നെ കൊണ്ടാക്കിയാൽ മതി എന്നാ പറയണത്. അതൊരു കാർ വരുന്നത്. അപ്പൊ പിന്നെ കുഴപ്പമില്ല, നമുക്ക് തീരുമാനമായി കാർ വരുന്നു. പള്ളിന്റെ ഉള്ളിൽ കൂടെയാ എന്നെ പള്ളിക്കാണോ? വാ പള്ളി വഴി. അൻഷിപ്പാന്റെ വീട് ഗായ്സ്. അൻഷിനെ ഞങ്ങളെ പാർസൽ ചെയ്യണം. നിങ്ങൾ വരണം. വരാം. ഇപ്പോഴല്ല, പിന്നെ വരാം. ഡയറി മിൽക്ക് നിന്റെ അടുത്ത് തിന്നണ്ട, അനിയത്തിക്ക് കൊടുക്കുന്നു. തരാം. ബൈ. അങ്ങനെ നമ്മളെ മമ്മാണിൻ്റെ വീട്ടിൽ പോയിട്ട് നമ്മളിതാ ഇറങ്ങി. ഇപ്പോൾ മമ്മാൻ്റെ വീട്ടിൻ്റെ അത് വഴിയാണ് കഴിച്ച്. നല്ല വഴിയാണ് കഴിച്ച്. നല്ല രസമുണ്ട്, നല്ലൊരു ക്ലൈമറ്റ്. അപ്പോൾ നമ്മൾ ഇനി വീട്ടിൽ പോവാം. എൻ്റെ വീട്ടിൽ പോയി എൻ്റെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് നമുക്ക് ഉടുമൽപേട്ടിലോട്ട് പോവാം. അവിടെയാണ് തോപ്പിക്കാൻ്റെ വീട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകണം. ഓക്കെ.